ഹായ് ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ അബി നമ്മുടെ ആദർശിനോട് കാശ് ചോദിക്കുന്നുണ്ട്. 10 ലക്ഷമാണല്ലേ ചോദിക്കുന്നത്. അപ്പോൾ ആദർശാണെങ്കിൽ പറയുന്നുണ്ട് 10 ലക്ഷമൊന്നും ഞാൻ അയക്കില്ല, ഞാൻ 5 ലക്ഷം അയക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അബിയാണെങ്കിൽ പറയുന്നുണ്ടല്ലോ, ശരി തൽക്കാലം ഇപ്പോൾ ഇത് മതി, പക്ഷെ ഉടനെ ബാക്കി പൈസ കിട്ടണം, അല്ലെങ്കിൽ ചന്തുമോളുടെ അച്ഛൻ നീയാണെന്ന് ഞാൻ എല്ലാവരോടും പറയും എന്നൊക്കെ ആദർശിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അല്ലേ. ഇത് കേൾക്കുന്ന ആദർശം എന്താ മനസ്സിൽ വിചാരിക്കുന്നത്, അവൾക്ക് ശരി DNA ടെസ്റ്റിന് റിസൾട്ട് വരുവോളം നീ എന്താച്ചാ പറഞ്ഞോ, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണെങ്കിലോ ഇന്നത്തെ പ്രൊമോയിൽ ആദർശ് പറയുന്നുണ്ട് നായനടുത്ത്, മോൾ എന്നെ അങ്കിളെ എന്നല്ലേ വിളിക്കണേ, അത് തന്നെ മോള് വിളിച്ചാൽ മതി, ഇനി അച്ഛനൊന്നും വിളിക്കണ്ട. അപ്പോൾ നായന പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാവുക, എന്നെ നായനമ്മ എന്നല്ലേ വിളിക്കുന്നത്, അപ്പോൾ ആദർശേട്ടനെ അച്ഛന്നല്ലേ വിളിക്കേണ്ടത്, അപ്പോൾ എന്താ ആദർശേട്ടൻ അങ്കിളെ വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ ജലജ നമ്മുടെ ദേവയാൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അബി എന്ത് ചെയ്താലും നിങ്ങളൊക്കെ അത് വേറെ കണ്ണോടെ കാണുള്ളൂ, നല്ല കാര്യം ചെയ്താലും അതിൽ നിങ്ങൾ തെറ്റേ കണ്ടുപിടിക്കുള്ളൂ, അതെന്താ അങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഇതുവരെയുള്ള അനുഭവം അങ്ങനെയായിരുന്നു, അവനോട് അത് ആദ്യം മാറ്റാൻ പറയുന്നിട്ട് ഞങ്ങൾ വിശ്വസിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അബിക്കാണെങ്കിലോ പിന്നെ ദേവയാനി പറയുന്നുണ്ട് അബിക്കാണെങ്കിലോ ഒരു കമ്പനിയും കൊടുക്കുന്നില്ല, ഒന്നും ശമ്പളവും കൂട്ടി കൊടുക്കുന്നില്ല, എന്താ ഏട്ടത്തി ആദർശം അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടല്ലേ ദേവയാനിയുടെ അടുത്ത്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അവനാദ്യം അവൻ്റെ സ്വഭാവമൊക്കെ മാറ്റട്ടെ, നല്ലതാന്ന് എല്ലാവരെയും തെളിയിക്കട്ടെ, എന്നിട്ട് ബാക്കിയെല്ലാം ആലോചിക്കാൻ ജലജയെ എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അത് കഴിഞ്ഞിട്ടാണെങ്കിലോ നമ്മുടെ അനാമിക മോളെ തല്ലുന്നുണ്ട്, ചന്തുമോളെ തല്ലുന്നുണ്ട്, ഇനി എൻ്റെ റൂമിൽ കയറോടി എന്നൊക്കെ ചോദിച്ചിട്ട് ചന്തുമോളെ തല്ലുന്നുണ്ട്. ചന്തുമോളാണെങ്കിലോ അനാമികയുടെ തല്ലുകൊണ്ട് കരയുന്നുണ്ട്, കരഞ്ഞിട്ട് നയനടുത്തേക്ക് ഓടുന്നുണ്ട്. നയനയാണെങ്കിൽ അനാമികയുടെ അടുത്ത് പറയുന്നുണ്ട് ഇനി മേലെ എൻ്റെ കൊച്ചിനെ തൊട്ടാൽ നിന്റെ കാരണം ഞാൻ അടിച്ച് പൊട്ടിക്കും എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിലോ നമ്മുടെ മുത്തശ്ശനും പറയുന്നുണ്ട് ഇനി മേലെ ആരെങ്കിലും കൊച്ചിനെ കരയിപ്പിച്ച് കഴിഞ്ഞാൽ അവരെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ടാണല്ലോ ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നമുക്ക് വരും എപ്പിസോഡുകളിൽ കണ്ടറിഞ്ഞ് കാണാം നമ്മുടെ അബിയുടെ കുട്ടിയാണ് ചന്തുമോളെന്ന് നയനയ്ക്കും ആദർശനും തെളിയിക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ വരും എപ്പിസോഡുകൾ കണ്ടറിഞ്ഞ് കാണാം. ഇതുപോലുള്ള പത്തരമാറ്റ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.